എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നലെ ഉച്ചക്കത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം തനിക്ക് പൂമാല വിറ്റ് കിട്ടിയ ആ പൈസ, അതിനകത്ത് കുറച്ച് പൈസ ലാഭം ഉണ്ടായിരുന്നു. എല്ലാവർക്കും കൊടുക്കാനുള്ള കൊടുത്തതിന് ശേഷം ആ പണം വെച്ച് സച്ചിക്ക് ഒരു സെക്കൻഡ് കാറ് വാങ്ങിച്ചു കൊടുത്താൽ കൊള്ളാന്നുണ്ടായിരുന്നു. പക്ഷേങ്കില് അത് 60,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. 20,000 രൂപ വീണ്ടും വേണം. അപ്പൊ അതിനുവേണ്ടി പലിശക്കാരനെ സമീപിക്കാൻ തീരുമാനിച്ചു. പിന്നീട് ദേവുവാണ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അവസാനം ദേവു ആ പലിശക്കാരനെ രേവതിയുടെ അരിയിലേക്ക് പറഞ്ഞു വിടണം. അപ്പൊ അയാൾ പൈസ കൊടുക്കണമെങ്കിൽ കടയെ കണ്ടതിന് ശേഷം പൈസ കൊടുക്കോളൂ എന്ന് പറഞ്ഞു. കാരണം ഈ കൊടുക്കുന്ന പൈസ തിരിച്ചു കൊടുക്കാനുള്ള ഇതുണ്ടോ ഇല്ലെന്നൊക്കെ അറിയണ്ടേ. അങ്ങനെ അങ്ങോട്ട് വന്നു കഴിയുമ്പത്തേനും ചന്ദ്രമതിയാണ് ആദ്യം കാണുന്നത്. ചന്ദ്രമതി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ഫ്രണ്ട് അയാൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. പിന്നീട് അയാളുടെ എന്തായിരുന്നൊക്കെ വന്ന് അന്വേഷിക്കുകയാണ്. ആ സമയത്ത് തന്നെ രേവതി അങ്ങോട്ടേക്ക് വന്നു. ചന്ദ്രമതി അങ്ങോട്ടേക്ക് മാറി നിന്നു. ഇവളും ഇയാളും തമ്മിൽ എന്താ ഒന്ന് അറിയണമല്ലോ എന്ന് കരുതി ചന്ദ്രമതി അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. പിന്നീട് രേവതിയോട് ചോദിച്ചു, ഇതാണോ രേവതിയുടെ പൂക്കടയെന്ന് ചോദിക്കാം. അതേന്ന് പറയണ. അതെ, മോളുടെ അമ്മ എന്റെ കയ്യിൽ നിന്ന് പണമൊക്കെ പലിശയ്ക്ക് വാങ്ങാറുണ്ടെന്ന് പറയണ. ഇത് കേട്ടതിന് രേവതി പറഞ്ഞു, അതെ, ഇപ്പൊ ആ ഗജാനന്ദന്റെ കയ്യിൽ നിന്ന് ആരും വാങ്ങുന്നില്ല, അയാളെ ഇപ്പൊ കാണാൻ പോലും ഇല്ലെന്ന് പറയണ. ഇത് കേട്ടതും അയാൾ പറഞ്ഞു, അതെ, ഗജാനന്ദന്റെ കാലമൊക്കെ കഴിഞ്ഞു. അല്ലെങ്കിൽ അവൻ കൊള്ളപ്പലിശയല്ലേ വാങ്ങിക്കോണ്ടിരുന്നേ. അവന് കാണിക്കുന്ന അതുപോലത്തെ തരവല്ലായിരുന്നു. പിന്നെ എങ്ങനെയാ അവന് പോവാതിരിക്കണേ എന്നൊക്കെ പറയാണ്. അങ്ങനെ അവസാനം അയാളോട് പറഞ്ഞു, അതെ, 20,000 രൂപ എനിക്ക് വേണ്ടേന്ന് പറയാം. അതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് പേപ്പറിലൊന്ന് സൈൻ ചെയ്ത് കൊടുക്കാൻ പറയണം. അപ്പം പണം കൊടുത്ത് അതിന് എന്തെങ്കിലും രേഖ വേണമല്ലോ. അങ്ങനെ രേവതി എന്ത് ചെയ്യണം, അത്തെ സൈൻ ചെയ്ത് കൊടുക്കുവാണ്. ഈ സമയത്ത് ചന്ദ്രമതി ഓർത്തു, ഇവള് പിന്നെയും പണം മേടിക്കുന്നു. ഇവൾക്ക് കഴിഞ്ഞ ദിവസം കുറെ ലാഭം കിട്ടിയതാ. അപ്പൊ പിന്നെ അത് പോരാഞ്ഞിട്ട് ഇവിടെ എന്തിനാ ഈ പലിശക്കാരൻ്റെ നിന്ന് പൈസ മേടിക്കുന്നേ എന്നൊരു ചിന്തയൊക്കെ ചന്ദ്രമതിയുടെ മനസ്സിലുണ്ട്. ഇവളെന്തോ കാര്യങ്ങളൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ. അതാണല്ലോ ഇങ്ങനെ ഒരു 5 രൂപ പോലും തനിക്ക് തന്നില്ല. എന്നിട്ട് വീണ്ടും ഇവള് പലിശക്കാരന്റെ കയ്യിൽ നിന്നും കൂടെ പൈസ മേടിക്കുക. എന്തിനാ ഏതാണെന്ന് ചന്ദ്രമതിക്ക് മനസ്സിലായില്ല. ചന്ദ്രമതി അവിടെ തന്നെ നിൽക്കുകയാണ്. പിന്നീട് പണം കൊടുത്തിട്ട് അയാൾ പറഞ്ഞു, അതെ, പലിശയൊക്കെ കൃത്യമായിട്ട് തരണം കേട്ടോ എന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ കൃത്യമായിട്ട് ഞാൻ അടച്ചോളാം എന്ന് പറയണം. അങ്ങനെയാണെ ഓക്കെ, മോളുടെ അമ്മ പലിശ എല്ലാം കൃത്യമായിട്ട് തരുമെന്ന് പറയാം. ആ കാര്യത്തില് പേടിക്കണ്ട, ഞാനും കൃത്യസമയത്ത് തന്നെ തന്നോളം ചേട്ടാ എന്നൊക്കെ പറയണം. അങ്ങനെ ആ പൈസയൊക്കെ മേടിച്ചിട്ട് അവിടെ നിൽക്കുമ്പോഴത്തേനും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു. ചന്ദ്രമതി എന്നിട്ട് അല്ല, നീ ഇതെന്ത് പരിപാടിയാണ് കാണിക്കണം എന്ന് ചോദിക്കും. എന്താ, നീ വീട് കാണിച്ചിട്ടാണോ പൈസ മേടിച്ചെന്ന് ചോദിക്കും. വീട് കാണിച്ചിട്ട്? ഏത് വീട് കാണിച്ചിട്ട്? ആ വീട് കാണിച്ചിട്ട് പൈസ മേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കണം. ദേ, ഞാൻ എന്റെ കടയുടെ മുന്നിലല്ലേ നിന്നേ, കട കാണിച്ചിട്ടാ പൈസ മേടിച്ചെന്ന് പറയണു. പിന്നെ കട കാണിച്ചിട്ട് പൈസ മേടിക്കാനായിട്ടെന്ന് വെച്ചാൽ വലിയ ഇന്റർനാഷണൽ കടയല്ലേ ഇതെന്ന് പറയണം. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, അതെ, ചെറിയ കടയാണെങ്കിലും അത്യാവശ്യം കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പലിശ കൊടുക്കാനുള്ള പൈസ കിട്ടും. അതുകൊണ്ട് ആ കാര്യത്തിൽ അമ്മ പേടിക്കണ്ടെന്ന് പറയാം. ഇനി അമ്മ ഇത്രമാത്രം ടെൻഷൻ അടിക്കാനായിട്ട് ഞാൻ ആ വീടിന്റെ ആധാരം കൊടുത്തിട്ടൊന്നും അല്ലോ പൈസ മേടിച്ചെന്ന് ചോദിക്കുക. ചന്ദ്രമതിക്ക് ഉത്തരം മുട്ടി. ചന്ദ്രമതി പറഞ്ഞു, എന്നാലും നിനക്കിത് എന്തിന്റെ കേടാത്? ഉള്ള പലിശയ്ക്ക് പൈസ എല്ലാം മേടിച്ചു കൂട്ടുന്നേ എന്നൊക്കെ ചോദിക്കണം. അതെ, ഞാൻ വാങ്ങിച്ച പൈസ എനിക്ക് കൊടുക്കാൻ അറിയാം, ഞാൻ അമ്മയോട് ചോദിക്കാൻ വരുന്നില്ലോ. പിന്നെ അമ്മ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കും. എന്നാലും അത് ശരിയാണോ രേവതി? ഇപ്പൊ നിനക്ക് പൂമാല വിറ്റ് കിട്ടിയ പൈസ കുറെ ഉണ്ടല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ പലിശയ്ക്ക് പൈസ ഒക്കെ മേടിക്കണമെന്ന് ചോദിക്കാം. രേവതി പറഞ്ഞു, അതൊക്കെ ഉണ്ട്, ഒരു ആവശ്യമൊക്കെ ഉണ്ടെന്ന് പറയും. അതെ, വീട്ടിലെ പണിയൊക്കെ തീർത്തിട്ട് ഞാൻ ഇറങ്ങിയേക്കുന്നേ, ബാക്കി പണി 1-2 കാര്യങ്ങളൊക്കെ ഉള്ളൂ, അത് അമ്മ അങ്ങോട്ട് ചെയ്തേക്കാൻ പറയണം എന്നും പറഞ്ഞ് രേവതി അങ്ങോട്ട് പോയി. എന്റെ ദൈവമേ, ഒറ്റ ദിവസം കൊണ്ട് ഇവൾക്ക് ഇത്ര മാറ്റോ? കുറച്ച് പൈസ കൈ വന്നു കഴിഞ്ഞപ്പോ എന്തൊരു മാറ്റം എന്നൊക്കെ. അവള് പോകുന്നുണ്ടോ? ഇപ്പൊ അവൾക്ക് വീട്ടിലിരിക്കാൻ സമയമില്ല, കടയിലിരിക്കാൻ സമയമില്ല, എപ്പോഴും സർക്കിട്ടാണ്. ഇത്രയും പൈസയൊക്കെ മേടിച്ചോണ്ട് ഇവളിത് എങ്ങോട്ടാ പോണേ? ആർക്കെങ്കിലും കൊടുക്കാനാണോ? അതിനിപ്പോ വേറെന്തേലും ആവശ്യത്തിനാണോ? ചന്ദ്രയ്ക്ക് സമനിലേറ്റുന്ന പോലെ തോന്നി. വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഇങ്ങനെ പോയിട്ടുണ്ടെ ശരിയാകത്തില്ല. ഇവൾക്ക് ഇങ്ങനെ 1-2 ഓർഡറും കൂടെ കിട്ടുവാണെങ്കിൽ ഇവള് വലിയ കാശുകാരിയാവും. താൻ പുച്ഛിച്ച് തള്ളിയതാ ഇവളുടെ പൂക്കടയെ. ദൈവമേ, ഇനി ഓർഡറൊന്നും കിട്ടില്ല എന്റെ ഭഗവാനെ എന്നൊക്കെ പ്രാർത്ഥിക്കുവാണ് ചന്ദ്രമതി. അങ്ങനെയാ, അല്ലാതെ എങ്ങനെയാണെങ്കിലും പാവല്ലേ, ഓർഡർ കിട്ടി നന്നായി പോട്ടെ എന്ന് കരുതല്ല ചെയ്യുന്നേ. പക്ഷെ ഒരിക്കലും രേവതി നന്നാവാൻ പാടില്ല. അത് മാത്രമാണ് ചന്ദ്രമതിയുടെ മനസ്സിലെ ആഗ്രഹം. പിന്നീട് ചന്ദ്രമതി അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് ബ്യൂട്ടി പാർലറിലേക്ക് ചെല്ലുവാണ് ശ്രുതി എന്ന് കഴിഞ്ഞപ്പോഴത്തേനും മീര അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് മീര ചോദിച്ചല്ല, നീ ഇന്നലെ ഉറങ്ങിയില്ല, നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണം നിൽക്കും. ഓ, അതൊന്നും പറയണ്ട. അല്ല, കാര്യം എന്താ? രേവതിക്ക് വലിയൊരു ഓർഡർ കിട്ടിയേക്കുന്നു, പൂമാല കെട്ടിക്കൊടുക്കാനായിട്ട്. 500 മാല. 500 മാലയോ? അതെ. അപ്പൊ അതിന്റെ പരിപാടിയായിരുന്നു രാത്രി. ഒച്ചപ്പാടും ബേളം കാരണം കിടന്നിട്ട് ഉറങ്ങാൻ പോലും പറ്റിയില്ല. നേരം വെളുക്കാറായപ്പോഴേ ചെറുതായിട്ടൊന്ന് കിടന്ന് മയങ്ങിയെന്നൊക്കെ പറയണം. ഇത് കേട്ടത് മീരോട്, നല്ല കാര്യമല്ലോ, 500 മാലയുടെ ഓർഡർ കിട്ടി, അപ്പൊ കുറെ പൈസ ലാഭം കിട്ടിക്കാണല്ലോ അല്ലേന്നൊക്കെ ചോദിക്കണം. കിട്ടിക്കാണുമായിരിക്കും. എന്നാ ഒരു കാര്യം ചെയ്ത്, നീ ഇനിയിപ്പൊ അങ്ങനെയാണ് പൂക്കട ഇടാൻ നോക്കാനായിട്ട് മീര ശ്രുതിയോട് പറയണം. നീ എന്താടി പറഞ്ഞേ? അല്ല, ഞാനുള്ള കാര്യമില്ല പറഞ്ഞേ, നിനക്കിപ്പോ ബ്യൂട്ടി പാർലർ ഇല്ലല്ലോ, ഇത് വല്ലവന്റെ അല്ലേ ഈ ബ്യൂട്ടി പാർലർ. അവക്കാണെങ്കിലോ
ഇത് ആ പൂക്കടെങ്കിലും ഉണ്ട്, നിനക്ക് അതുപോലും ഇല്ലോ എന്ന് പറയണം. ഇത് കേട്ട ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രുതി പറഞ്ഞു എന്നും പറഞ്ഞോണ്ട് ഞാൻ വീടിന് മുന്നിൽ ഒരു പൂക്കട ഇട്ടോണ്ട് ഇരിക്കണമെന്ന് ചോദിക്കാം. അല്ല അങ്ങനെയല്ല പറഞ്ഞേ, ഇത്ര ലാഭം ഉണ്ടാകുന്ന ബിസിനസ് ആണ്, പിന്നെ അത് ചെയ്താൽ പോരെ, നിനക്ക് പണമല്ലേ വേണ്ടത് എന്നൊക്കെ ചോദിക്കണം. അല്ല നീ നിന്റെ അമ്മായിമ്മയുടെ പേരിലല്ലേ ഈ ബ്യൂട്ടി പാർലർ തുടങ്ങിയത്? രേവതി അവളുടെ അമ്മായിമ്മയുടെ പേരിലാണ് ബ്യൂട്ടി പാർലർ തുടങ്ങിയത്. ഇപ്പോഴാണെങ്കിലോ നീ ഇട്ട ബ്യൂട്ടി പാർലർ നിന്റെ അമ്മായിമ്മയുടെ പേര് പോലും ഇല്ലെന്ന് പറയണം. ഇത് കേട്ടത് ശ്രുതി പറഞ്ഞു അതിപ്പോ എന്റെ കുറ്റമല്ലോ, അത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലെന്ന് ചോദിക്കും. കൂടുതലൊന്നും പറയണ്ട, നിന്റെ അമ്മായിമ്മ എന്നാണോ ഇത് അറിയണേ, എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും എന്നൊക്കെ പറയണം. ഈ സമയം ശ്രുതി പറഞ്ഞു എനിക്കാണ് ആകെപ്പാട് ടെൻഷനായി നിന്ന് പറയണം. അതെന്താ, ആ രേവതി എങ്ങാനും കുറച്ച് പൈസ അമ്മയുടെ കൊടുത്താൽ തീർന്നായിരുന്നു പറയണം. അതെന്ത് പറ്റി? അല്ല പൂമാല കെട്ടിയതിന്റെ കുറച്ച് പൈസയെ എങ്ങാനും കൊണ്ടേ കൊടുത്ത് ഇന്ന് അമ്മയെ വെച്ചോളാനും പറഞ്ഞ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായേനം. കാരണം ഞാൻ ഈ ബ്യൂട്ടി പാർലറിൽ നിന്ന് കിട്ടുന്ന പൈസയെ കൊണ്ട് കുറച്ച് പോക്കറ്റ് മണി എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് എന്നെ ഒരു വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ ശ്രുതിമോൾ എനിക്ക് മാസം മാസം പോക്കറ്റ് മണി തരുന്നുണ്ടെന്നൊക്കെ എല്ലാവരോടും പറയും. എനിക്കൊരു വിലയുണ്ട്. ഇനിയിപ്പോ ആ രേവതി എങ്ങാനും കൊടുത്തായിരുന്നേ, ഞാൻ കൊടുക്കുന്നേക്കാളും കൂടുതൽ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവളെ അങ്ങോട്ട് പൊക്കി പിടിച്ചോണ്ട് നടക്കും എന്റെ അമ്മായിമ്മ പണത്തിന്റെ മീതെ ചാടി വീഴുന്നോളാ. നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്ന് ചോദിക്കും. മീര പറഞ്ഞ് എനിക്ക് അറിയാന്ന് പറയാം. ഭാഗ്യത്തിന് രേവതി കൊടുത്തില്ല, അത് തന്നെ എന്റെ ഭാഗ്യം, അല്ല ഞാൻ എന്ത് ചെയ്താനെന്നൊക്കെ പറയാം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ബ്യൂട്ടി പാർലറിലേക്ക് ശ്രുതി വരുന്നത്. ശ്രുതി വന്നിട്ട് റിസപ്ഷനുള്ള സ്റ്റാഫിനോട് ചോദിച്ചു ശ്രുതി ഇല്ലേന്ന് ചോദിക്കാം. ഉണ്ട്, അകത്തുണ്ടെന്ന് പറയണം. ഞാൻ വിളിക്കാന്ന് പറയണം. അങ്ങനെ അകത്തേക്ക് വന്നിട്ട് പറഞ്ഞു അതെ മാഡത്തിന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടെന്ന് പറയണം. മീര പറഞ്ഞു അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലോ, അതല്ല ശ്രുതി മാഡത്തിന്റെ എന്ന് പറയണം. ഓ അങ്ങനെയാണോ, ഞാൻ ഇപ്പൊ തന്നെ വരാം എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ അവരെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. ഈ സമയത്ത് ശ്രുതി വീണ്ടും മീരയോട് വർത്താനം പറയാൻ തുടങ്ങിയപ്പോൾ മീര പറഞ്ഞു നീ എന്ത് പരിപാടിയാ പറഞ്ഞേന്ന് ചോദിക്കോ. എന്ത് എടി വന്നിരിക്കുന്ന ശ്രുതിയാ, അതിന് ശ്രുതി വരട്ടെ, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? ഓ ഇതുപോലെ മന്ദബുദ്ധരം പറയരുതേ. ബ്യൂട്ടി പാർലറിന്റെ പേര് തന്നെ മാറ്റി വെച്ചിട്ടില്ലേ, ഗ്രീൻ ബ്രാൻഡ് എന്നല്ല അവിടെ പേര് കിടക്കുന്നേ. ഇത്രയും കാലം ചന്ദ്രമതി ബ്യൂട്ടി വേൾഡ് എന്നല്ലായിരുന്നോ, ആ പേര് ശ്രദ്ധിക്കില്ലെന്ന് ചോദിക്കും. അയ്യോ ആ കാര്യം ഞാൻ മറന്നുപോയെന്ന് പറയണം. ഈ സമയം ശ്രുതി നോക്കുവാണ്. ശ്രുതി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി ബ്യൂട്ടി വേൾഡ് എന്ന് പകരം അവിടെ ഗ്രീൻ ബ്രാൻഡ് എന്ന് കിടക്കുന്നു. ഗ്രീൻ ബ്രാൻഡ്, ഇതെന്തെങ്കിലും പേരൊക്കെ മാറ്റിയിരിക്കുന്നേ? അപ്പൊ തന്റെ അമ്മയുടെ പേരിലുള്ള ബ്യൂട്ടി പാർലർ അല്ലേ, ശ്രുതിയുടെ അല്ല ബ്യൂട്ടി പാർലർ. 100 ടെൻഷൻ ഉണ്ടാവണം. അപ്പോഴേക്കാണ് ശ്രുതി അകത്തുനിന്ന് അങ്ങോട്ട് പാഞ്ഞു വരുന്നേ. ശ്രുതി വന്നിട്ട് ചോദിച്ചു അല്ല ശ്രുതി ഇവിടെ തന്നെ നിൽക്കണം, വരാൻ പറയണം. അല്ല ഇതെന്താ അമ്മയുടെ പേരിലായിരുന്നോ, അമ്മയുടെ പേരിന് പേരെന്താ ഈ പേരെന്ന് ചോദിക്കണം. ഒരു നിമിഷം ഞെട്ടിപ്പോയി, എന്ത് മറുപടി പറയാൻ നടത്തില്ല. അല്ല അത് പിന്നെ ഞാൻ അപ്പോഴേക്കും മീരയും കൂടെ അങ്ങോട്ട് വന്നു. മീര വന്നിട്ട് പറഞ്ഞു അത് പിന്നെ പേര് റിപ്പയർ ചെയ്യാൻ കൊടുത്തേക്കുവാന്ന് പറയണം. റിപ്പയർ ചെയ്യാനോ? അല്ല അത് പിന്നെ പേരോ ഒന്ന് ശരിക്കും ഒന്ന് മാറ്റി എഴുതിക്കാനായിട്ട് കൊടുത്തേക്കുവാന്ന് പറയണം. എന്തോ നല്ല സംശയമായി ശ്രുതിക്ക്. ശ്രുതി അവിടെ നിൽക്കുന്ന കണ്ടപ്പോ ശ്രുതി കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു ബാ അകത്തേക്ക് കയറി വരാൻ പറയണം. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന ശ്രുതി, കാര്യം പറഞ്ഞിട്ട് പോകാൻ പറയണം. അതൊക്കെ പറയാം, ഇങ്ങോട്ട് കയറി വാന്നും പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ചോണ്ട് പോവാ. കാരണം പുറത്തുനിന്ന് സംസാരിച്ചാല് അവിടുത്തെ സ്റ്റാഫൊക്കെ കേൾക്കൂലേ, അപ്പൊ അവർക്ക് മനസ്സിലാവില്ല കള്ളത്തരമൊക്കെ. അങ്ങനെ അകത്തേക്ക് ഏറ്റിക്കൊണ്ടുപോയി. കാര്യം എന്താ വെച്ചാൽ പറ. അത് പിന്നെ ഉണ്ടല്ലോ, ഇപ്പൊ ചന്ദ്രമതി ബ്യൂട്ടി വേൾഡ് എന്നല്ല നമ്മുടെ ഇതിന്റെ കടയുടെ പേരെന്ന് പറയാ. അതെന്തിനാ മാറ്റിയേ, അതാ എനിക്ക് അറിയണ്ടേന്ന് പറയണം. അത് പിന്നെ ഈ ഗ്രീൻ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു ബ്യൂട്ടി ബ്രാൻഡിന്റെ ഒരു ബ്രാഞ്ച് തന്നെയാണ്. അവർക്ക് കുറെ സ്ഥലത്ത് കുറെ ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവര് നമ്മുടെ കടയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഈ സിറ്റിയിൽ ഓരോ ദിവസം നല്ല രീതിയിൽ മുന്നോട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്യൂട്ടി പാർലറാണല്ലോ നമ്മുടെ. അപ്പൊ അവിടുത്തെ മാനേജർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ദിവസം കാണാനും വന്നു. എന്നിട്ട് അവരുമായിട്ട് ലയിപ്പിക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു പൈസ ലാഭം കിട്ടുമെന്നൊക്കെ പറഞ്ഞു. ലാഭം കിട്ടുമെന്ന് എന്താ? അല്ല നമ്മൾ ശരിക്കും ഓണർ തന്നെയാണ്. ഇപ്പൊ ഞാനും ഉണ്ട്, ആ ഗ്രീൻ ബ്രാൻഡ് ബ്യൂട്ടി പാർലറിന്റെ മാനേജറും ഉണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരിന്റെ ഓണർ ആയിരിക്കും, നമുക്ക് കുറെ ലാഭം കിട്ടും. അപ്പൊ ഈ രണ്ടും കൂടെ ലയിപ്പിച്ച് മുന്നോട്ട് പോവാണെങ്കിൽ എന്ന് പറയണം. ഇത് കേട്ടപ്പം സുധി പറഞ്ഞു ആഹാ അങ്ങനെയാണല്ലോ, അത് കൊള്ളാലോ, നല്ല ആണല്ലോ എന്ന് ഓർക്കുവാണ്. ഒരു നിമിഷം മീര പോലും അമ്പരന്ന് പോയി. ഇത്ര പെട്ടെന്ന് ശ്രുതിക്ക് എങ്ങനെ ഇങ്ങനെ കള്ളത്തരം പറയാനായിട്ട് സാധിക്കുന്നു? എന്താണ് ആ കള്ളത്തരത്തിൽ ശ്രുതി വീണു. ശ്രുതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ലാഭം അല്ലേ, കുറെ പൈസയൊക്കെ നമുക്ക് കിട്ടുമല്ലേ എന്ന് ചോദിക്കണം. പിന്നെ കിട്ടുമോന്നോ? അതുകൊണ്ടല്ലേ മാസം ഞാൻ അമ്മയ്ക്ക് ഒരു എമൗണ്ട് പോക്കറ്റ് മണി ആയിട്ട് കൊടുക്കണേന്ന് ചോദിക്കുക. ഓ രക്ഷപ്പെട്ടു. പിന്നീട് ശ്രുതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ബിസിനസ് ഒക്കെ നന്നായിട്ട് വളരട്ടെ, നമുക്ക് വലിയൊരു ബിസിനസ് തന്നെ തുടങ്ങാം എന്നൊക്കെ പറയാണ്. മേരിക്ക് മനസ്സിലായി ഈ പൊട്ടനത് മനസ്സിലായിട്ടില്ലെന്നുള്ള കാര്യം. എത്ര പെട്ടെന്നാണ് ശ്രുതി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ തിരിച്ചു വിട്ടിരിക്കുന്നത്. കള്ളത്തരം പറഞ്ഞു ശ്രുതി ഇങ്ങനെ ഒരു കൊടുമുടി തന്നെ കെട്ടിയുണ്ടാക്കി വെച്ചിരിക്കുക. അതെല്ലാം വിശ്വസിച്ച് ശ്രുതി ഇരിക്കുക. ശ്രുതി പറഞ്ഞു അങ്ങനെയാണ് കുഴപ്പമില്ല, അല്ല പേരുടനെ മാറ്റി കിട്ടൂലല്ലേ? അതൊക്കെ കിട്ടുമെന്നൊക്കെ പറയണം. അങ്ങനെ സന്തോഷത്തോടെ ശ്രുതി പറഞ്ഞു എന്നാ ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് മീര പറഞ്ഞു നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു, നിനക്ക് എത്ര പെട്ടെന്ന് ഇങ്ങനെ കള്ളത്തരങ്ങളൊക്കെ മനസ്സിൽ വരുന്നതെന്ന് ചോദിക്കാം. ഇതൊക്കെയാണ് കള്ളത്തരം, നമ്മൾ കള്ളത്തരം മേലെയല്ലേ ജീവിക്കണേ, പിന്നെന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുകയാണ്.
അപ്പോഴേക്കും മീര പറഞ്ഞു, ഡേ സുധി വീട്ടിലേക്കല്ലേ പോയേക്കണേ, അതിനിപ്പോ എന്താ, എടി പൊട്ടത്തരം പറയാതെ ചെന്ന് പറയില്ലേ. ഇപ്പൊ ചന്ദ്രമതി ബ്യൂട്ടി പാർലർ എന്ന പേര് മാറ്റി ഇപ്പം ഇത് വേറെ ബ്രാഞ്ചിന് കൊടുത്തേക്കോ എന്നുള്ള കാര്യമൊക്കെ, ഇതൊക്കെ അറിഞ്ഞാൽ നിന്റെ അമ്മായിമ്മ സഹിക്കുമെന്ന് ചോദിക്കണം. അയ്യോ പെട്ടുപോയല്ലോ, ഒരു കാരണവശാലും ഇത് എന്റെ അമ്മയെ അറിയില്ലെന്ന് പറയണായിരുന്നു, ഞാൻ മറന്നുപോയി, ഞാനും പെട്ടെന്ന് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ സമയത്ത് രേവതിയും മഹേഷും കൂടെ കാർ നോക്കാനായിട്ട് പോയി. അങ്ങനെ കാറെല്ലാം നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം അഡ്വാൻസ് പേയ്മെന്റും കാര്യങ്ങളെല്ലാം കൊടുക്കണം, പണം കൊടുക്കണമല്ലോ. അങ്ങനെ പണം എല്ലാം കൊടുത്ത് സച്ചിയുടെ പേരിലേക്ക് ആ കാർ എഴുതിക്കുവാണ്. ഈ സമയം പിന്നീട് രേവതി പറഞ്ഞു, അതെ സച്ചേണ്ണനെ വിളിച്ച് കാറൊന്ന് കാണിക്കണം, സച്ചേണ്ണന് ഇഷ്ടപ്പെടുമല്ലോ അറിയത്തില്ലോ എന്ന് പറയണം. അതൊക്കെ സച്ചേണ്ണന് ഇഷ്ടപ്പെടും, സച്ചേണ്ണൻ ഒന്ന് നോക്കിയിട്ട് പോയതല്ലേ, ചേച്ചി എന്തിനാ ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കും. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണം. പിന്നീട് രേവതി പറഞ്ഞു, എനിക്കൊരു ടെൻഷൻ ഉണ്ട്, ഇനിയിപ്പോ ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടെങ്കിൽ എന്തിന്, അങ്ങനെയൊന്നും ഇല്ലാന്നേ, ധൈര്യമായിട്ട് പോയിക്കോ, ഞാൻ അല്ല പറയണേ എന്നൊക്കെ പറയണം. അങ്ങനെ രേവതി വീട്ടിലേക്ക് പോരുവാണ്. പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സുധി വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് ചന്ദ്രമതി രവീന്ദ്രനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് സുധി വന്നിട്ട് പറഞ്ഞു, അല്ല ഇവിടെ ഉള്ളവരൊക്കെ എന്തെന്ന് ചോദിക്കാം. ആരടാ, അല്ല വർഷം ശ്രീകാന്ത് ഒന്നും വന്നില്ലെന്ന് നിൽക്കും. അവര് വന്നില്ല എന്ന് പറയണം. അപ്പോഴേക്കും സച്ചിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. പിന്നീട് രേവതി അങ്ങോട്ടേക്ക് വരുവാണ്. ആ സമയം സുധി പറഞ്ഞ, എല്ലാരും ഉള്ളത് നന്നായി, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയണം. എന്ത് കാര്യം ഇടാ പറയാനുള്ളതെന്ന് ചോദിക്കണം. അത് പിന്നെ അച്ഛാ ഒരു വലിയ കാര്യം തന്നെ നടന്നിരിക്കുന്നു പറയണം. വലിയ കാര്യമോ, അതേന്ന് പറയണം. അതെ ബ്യൂട്ടി പാർലറല്ലേ ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ വലിയൊരു ബ്രാഞ്ചിന് കൈമാറിയെന്ന് പറയണേ. വലിയൊരു ബ്രാഞ്ചിന് കൈമാറിയെന്നോ, എന്തൊക്കെയാടാ പറയണേ. അതെച്ചാ കുറെ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. വലിയൊരു ബ്രാഞ്ചാണ് ഗ്രീൻ ബ്രാൻഡ് എന്ന് പറഞ്ഞ വലിയൊരു ബ്രാഞ്ചുമായിട്ട് അത് ലയിപ്പിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനകത്ത് കുറെ വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ രേവതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അപ്പം ബ്യൂട്ടി പാർലറിന്റെ പേര് മാറില്ലെന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, അത് ശരിയാണല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടതും ചന്ദ്രമതി ഒരു ഞെട്ടലോട് കൂടി നിൽക്കുകയാണ്. പെട്ടെന്ന് ചന്ദ്രമതി ചോദിച്ചു, അല്ല എന്റെ പേര് മാറുകൂടാന്ന് ചോദിക്കുകയാണ് ബ്യൂട്ടി പാർലറിന്റെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് സുധിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ സുധി നിൽക്കുകയാണ്. എടാ നിന്നോടാ ചോദിച്ചേ ബ്യൂട്ടി പാർലറിന്റെ പേര് മാറിയോന്ന്, അല്ല ഗ്രീൻ ബ്രാൻഡുമായിട്ട് യോജിപ്പിച്ചെന്നല്ല പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഇപ്പം ചന്ദ്രമതി ബ്യൂട്ടി വേൾഡ് എന്നുള്ള പേര് മാറുമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും സുധി പറഞ്ഞു, അത് പിന്നെ അമ്മേ ചന്ദ്രമതി ബ്യൂട്ടി വേൾഡും മാറി ഇപ്പം ഗ്രീൻ ബ്രാൻഡ് എന്നാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിക്ക് സഹിച്ചില്ല. ചന്ദ്രമതി അങ്ങ് ചാടി എഴുന്നേക്കുവാണ്. ആ സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതി കേട്ടു ഈ പറയുന്നത്. ഒരു നിമിഷം അകത്തേക്ക് പോണോ പുറത്തേക്ക് പോണോ എന്നറിയത്തില്ലാത്തൊരവസ്ഥയിൽ ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.